ഈ ഒരു പരിപാടിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു ആദരിക്കൽ ചടങ്ങിന് ശേഷം സാന്നിധ്യമാണ്. എല്ലാവരുടെയും ഈ സന്തോഷത്തിൽ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വയലാമ്പുഴ അമ്പതിക്കെ ആദരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ കരീം നമ്മളെ സൗദച്ചയുടെ ഭർത്താവിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഷബീർക്ക് അവിടെ എത്തിയിട്ടില്ല. ആ ഒരു അഭാവത്തിലാണ് അദ്ദേഹത്തെ നമ്മൾ ഈ ഒരു സദസ്സിലേക്ക് പ്രത്യേകം ക്ഷണിക്കുന്നത്. നമ്മുടെ എളിയ ക്ഷീണം സ്വീകരിച്ച് ഇവിടെ എത്തിയ കരീം കെ നമ്മുടെ സ്വാഗത സംഘം കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. വയലാമ്പുഴ അമ്പതിക്കെ ആദരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കരീം സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അടുത്തതായി കാട്ടുവളങ്ങര കുഞ്ഞാമതിനെ ആദരിക്കുന്നു. രാരോത്ത് ഇബ്രാഹിം ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ കുടുംബത്തിലെ എളിമയുടെ പ്രതീകം, സദാസമയവും പുഞ്ചിരിയോട് കുടുംബം നമ്മോടൊപ്പം നിൽക്കുന്ന ബഹുമാനപ്പെട്ട പുതിയാപ്പിള ഇബ്രാഹിം അദ്ദേഹത്തെ ഈ ഒരു പരിപാടിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. ആദരവിന് വേണ്ടി ക്ഷണിക്കുന്നു. ഈ ഒരു ചടങ്ങ് നേരത്തെ റമീസ് വായിച്ചതുപോലെ ഒരു വേദിയിൽ പുതിയാപ്പിളയെയും പുതിയോട്ടിയെയും ആദരിക്കുന്ന ചടങ്ങ് കൂടിയാണ്. ബഹുമാനപ്പെട്ട ഉപ്പയെയും ഉമ്മയെയും ഈ ഒരു സദസ്സിൽ ആദരിക്കുകയാണ്. അതിനുവേണ്ടി ഉസ്മാൻ നാറാത്തിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കരിങ്ങാട്ട് കുടുംബത്തെ ആഴ്ചയെ ആദരിക്കുന്നതിന് വേണ്ടി ഉസ്മാൻ നാറാത്തിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അടുത്തതായി മറിയം പള്ളിപ്പറമ്പത്തിനെ ആദരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ജീവകാരുണ്യ പ്രവർത്തകനും ദയാവള്ളിയനുമായ അബ്ദുറഹ്മാൻ പുത്തൻപുരയിലെ വളരെ ഹാർദവമായി ഒരു സദസ്സിലേക്ക് ക്ഷണിക്കുന്നു. മറിയം പള്ളിപ്പറമ്പത്തിനെ ആദരിക്കുന്നു. അബ്ദുറഹ്മാൻ പുത്തൻപുരയിൽ. അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇനി നമ്മുടെ സദസ്സിൽ നിന്ന് ആദരിക്കപ്പെടുന്നത് മുതലിമങ്ങളെയാണ്. നമ്മളെ ഒരു കുടുംബത്തിന് എന്തും ഒരു പ്രതീക്ഷയാണ് മുതലിമങ്ങൾ. അവരുടെ പ്രാർത്ഥനയാണ് നമ്മുടെ ഏത് കാര്യത്തിന്റെയും വിജയം. ആ ഒരു ചടങ്ങ് ഇവിടെ നടക്കാൻ പോവുകയാണ്. മുത്തലിമങ്ങൾ റമീസ് ബാക്കവിയെ ആദരിക്കുന്നു. നമ്മുടെ സുഹറച്ചയുടെ ഭർത്താവ് ഹംസക്ക ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നമ്മുടെ സന്തോഷത്തിലും സന്താപത്തിലും നമ്മോടൊപ്പം കൂടെ നിൽക്കുന്ന ബഹുമാനപ്പെട്ട ഹംസക്ക വളരെ കൃത്യമായി ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഫദലുൽ ആബിദ് നബീലിനെ ആദരിക്കുകയാണ്. നബീലിനെ ആദരിക്കാൻ വേണ്ടി ജമാൽ ഗോപുരത്തിനെ ക്ഷണിക്കുന്നു. അതേപോലെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് കുടുംബത്തിലുള്ള ഒരുപാട് ആലിമീങ്ങളും മുത്തലിമീങ്ങളും ഒക്കെ ഉള്ള കുടുംബമാണ് നമ്മുടേത്. അതേപോലെ കാട്ടുകുളങ്ങര ബഷീർ മുസ്ലിയാർ ആദരിക്കുന്നതിന് വേണ്ടി സൂഫിക്ക പൂക്കടത്തിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
ഈ ഒരു ആദരവ് ചടങ്ങ് ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. ഇനി ഉച്ചയ്ക്ക് ശേഷം കുട്ടികളുടെ കലാപരിപാടികളും മുതിർന്നവർക്കുള്ള ചില കലാപരിപാടികളൊക്കെ ഇവിടെ നടക്കാൻ ഇൻഷാ അല്ലാഹ് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും പോകാവും.